ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാവതയേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകിയോകിലം. വാൽമീകി സംഭൂതം രാമംഭോ നിധിസംഗത ശ്രീമദ് രാമായണീ ഗംഗാപുരാതു ഭുവനത്രയം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 164 ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തൊട്ട് മുമ്പ് നമ്മൾ കണ്ടത് അധികായവധം വരെയുള്ള കാര്യങ്ങളാണ്. തനിക്ക് പ്രിയപുത്രനായ അധികായൻ കൊല്ലപ്പെട്ടു എന്ന് അറിഞ്ഞതോട് കൂടിയിട്ട് രാവണനാകപ്പാടെ വിവശനും ദുഃഖിതനും കോപാകുലൊക്കെ ആയി തീർന്നു. അദ്ദേഹം വിചാരിച്ചു തൻ്റെ കഷ്ടകാലം ആരംഭിച്ചു കഴിഞ്ഞു. അനവധി ആൾക്കാർ നേരത്തെ നമ്മൾ കണ്ടു. കുംഭകർണൻ വധിക്കപ്പെട്ടു, അതേപോലെ മഹോദരൻ മുതലായവരൊക്കെ കൊല്ലപ്പെട്ടു. പ്രഹസ്തൻ, അകമ്പനൻ, വജ്രദംഷ്ടൻ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ അകപ്പാടെ പരിഭ്രമചിത്തനായി. ഒരു ഘട്ടത്തിൽ രാവണന് തോന്നി ഈ രാമൻ യഥാർത്ഥത്തിൽ സാക്ഷാൽ ശ്രീനാരായണൻ തന്നെ എന്ന് പോലും തോന്നിപ്പോയി. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ വിഷമിപ്പിക്കാൻ സാധിക്കില്ല, നല്ല ആൾക്കാരൊക്കെ വധിക്കപ്പെടുകയാണ്. അവിടെ ആകപ്പാടെ ക്രോധവും താപവും ഒക്കെ വർദ്ധിച്ചു എന്നാണ്. അതിനുശേഷം അധികായം ഹതം ധൃത്വാ ലക്ഷ്മണേന മഹാത്മാവായ ലക്ഷ്മണൻ തൻ്റെ മകൻ അധികായം കൊല്ലപ്പെട്ടു കേട്ടപ്പോൾ ആകപ്പാടെ ചിന്താവിവശനാവുകയാണ്. എന്നിട്ട് വിചാരിച്ചു, അഹോ സുബലവാൻ രാമോ മഹദാസ്ത്രബലന്ത വൈ സമ്മന്യേ രാഘവം വീരം നാരായണം അനാമയം. ആ രാമനെ താൻ സാക്ഷാൽ നാരായണനായിട്ട് കരുതുന്നു എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ക്രോധത്തിന് ശമനം ഉണ്ടായില്ല, ക്രോധിക്കുകയും ചെയ്തു. എന്നിട്ട് രാക്ഷസന്മാരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അധികമായിട്ട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും കൂടി വേണ്ടതുപോലെ യുദ്ധം ചെയ്യണം എന്നാ പറഞ്ഞേൽപ്പിച്ചു. ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ പുത്രനായ ഇന്ദ്രജിത്ത് വീണ്ടും പ്രത്യക്ഷമായി. ഇന്ദ്രജിത്ത് നേരത്തെ അവരെ നാഗാസ്ത്രം കൊണ്ട് ബന്ധിച്ചതും നാഗാസ്ത്ര ബന്ധനത്തിൽ നിന്ന് ഗരുഡൻ വന്ന് മോചിപ്പിച്ചതൊക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ അവരെ മുഴുവൻ നാഗാസ്ത്രം കൊണ്ട് ബന്ധിച്ച ശേഷം യുദ്ധക്കളന്ന് പിന്മാറുകയാണ് ഇന്ദ്രജിത്ത് ചെയ്തത്. പക്ഷേ ഗരുഡൻ വന്നിട്ട് രാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും ഒക്കെ ആ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ച് അവർ വീണ്ടും യുദ്ധം തുടങ്ങി. ആ കഥകളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് കുംഭകർണനൊക്കെ വന്നതും ഇതൊക്കെ വന്നു കഴിഞ്ഞതും. ഇപ്പോൾ വീണ്ടും അധികാരം വരെയുള്ള ആൾക്കാർ വധിക്കപ്പെട്ടു. തൻ്റെ പിതാവായ രാവണൻ വലിയ ദുഃഖത്തിലാണെന്ന് കണ്ടപ്പോൾ ഇന്ദ്രജിത്ത് വീണ്ടും പ്രത്യക്ഷമായി. ഇന്ദ്രജിത്ത് അച്ഛനോട് പറഞ്ഞു, അങ്ങ് പരിഭ്രമിക്കരുത്. രക്ഷോഗണസ്തഹതാവശിഷ്ടസ്തേ രാവണായ ത്വരിതാശംസു. അപ്പോൾ തതസ്തു രാജാനമുദീക്ഷതീനം ശോകർണവേ സംപരിപുപ്ലുവാനം സമിന്ദ്രജിത്ത് വാക്യമിതം ഭാഷയെ എന്നാണ്. ഇങ്ങനെ തൻ്റെ അച്ഛൻ ആകപ്പാടെ ശോകസമുദ്രത്തിലാണ്ടുപോകാനെന്ന് കണ്ടപ്പോൾ ഇന്ദ്രജിത്ത് പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, നതാതമോഹം പരിഗന്ത് മർഹസേ. അല്ലയോ അച്ഛ, അങ്ങ് ഒരാൾ ദുഃഖത്തിൽ ചെന്ന് പെടരുത്. ഞാനുള്ളിടത്തോളം കാലം അങ്ങേക്ക് ദുഃഖം ഉണ്ടാവില്ല. നേന്ദ്രാരിബാണാവിഗതോ വികസ്ത് പ്രാണൻ സമർത്ഥ സമരേഭിഭാതും. ഇന്ദ്രനെപ്പോലെ ജയിച്ചവനായ ഞാനുള്ളിടത്തോളം കാലം ദുഃഖിക്കേണ്ടതില്ല. എന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കാനൊക്കെ സാധിക്കില്ല. എൻ്റെ ബാഹുബലവും സാമർഥ്യമൊക്കെ കണ്ടുള്ളൂ. ഞാൻ ഈ രാമലക്ഷ്മണന്മാരെ ഇന്ന് തന്നെ വധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ടു. രാക്ഷസന്മാരൊക്കെ വേണ്ടതുപോലെ പ്രോത്സാഹിപ്പിച്ചു. രാക്ഷസന്മാരൊക്കെ ഇന്ദ്രജിത്തിനെ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് ഉത്സാഹം വർദ്ധിച്ചിട്ടുണ്ടാവണം. അവരൊക്കെ അനവധി ആൾക്കാർ പലതരത്തിലുള്ള വാഹനങ്ങളിൽ കയറിയിട്ട് യുദ്ധത്തിൽ പുറപ്പെട്ടു എന്നൊക്കെയാണ് വർണ്ണിക്കുന്നത്. 73 സർഗം കുറച്ച് വലിയ സർഗമാണ്. അതിൽ അധികമായിട്ടുള്ള ഈ വാനര രാക്ഷസ യുദ്ധമൊക്കെ വർണ്ണിക്കുകയാണ്. അവിടെ പുറപ്പാടൊക്കെ വളരെ രസമായിട്ടാണ് പറയുന്നത്. ഗജസ്കന്ധകഥാകേതിൽ കേതിൽ പരമവാജിഭി വ്യാഘ്രവൃശ്ചിക മാർജാല ഖരോഷ്ട്രൈശ്ച ഭുജംഗമൈ വരാഹൈ ശ്വാപതൈ സിംഹൈ ജംബുകൈ പർവ്വതോപമൈ എന്നൊക്കെയാണ്. അത് അല്പമൊന്നും
ആനപ്പുറത്തും കുതിരപ്പുറത്തും കഴുതപ്പുറത്തും ഒക്കെ പോയി എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് മാത്രമല്ല, അവരെന്തിനൊക്കെയാണ് വ്യാഘ്രം പുലിപ്പുറത്ത്, മാർജാരൻ പൂച്ചയുടെ പുറത്ത്, കഴുതയുടെ പുറത്ത്, ഉഷ്ട്രൈസ്റ്റ ഒട്ടകങ്ങളുടെ പുറത്ത്. അതിനേക്കാൾ രസമുള്ളത് ജംബൂകം, കുറുക്കനാണ്, കുറുക്കൻ്റെ പുറത്ത്. കാക, ഹംസ, മയൂരേഷ്ട എന്നാണ് കാക്കയുടെ പുറത്തും. മയൂര് മയിലാണ്, ഹംസ അരയനാണ്. ഇതിൻ്റെയൊക്കെ പുറപ്പെട്ടു, ഇതിന് പുറപ്പെട്ടതാണ്. ഗംഭീരമായ ശംഖനാദങ്ങളുണ്ടായി. ശംഖദിനതൈ പൂർണ്ണൈഹി പേരീണഞ്ചാപി സുനൈ. പെരുമ്പറകളൊക്കെ അടിച്ചു യുദ്ധത്തിന് ആവേശം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വിദ്യമാനസ്തോ വീരോ ഹൈമേർ ഹേമവിഭൂഷണ. അനവധി ആൾക്കാരെ കൊല്ലപ്പെട്ടെങ്കിലും ഓരോ സമയത്ത് യുദ്ധത്തിലുള്ള പുറപ്പാടൊക്കെ വളരെ ഗംഭീരമായിട്ടാണ്. അനേക തരത്തിലുള്ള പതാകകൾ, സ്വർണ്ണം തുപ്പുന്ന തേരുകൾ, ഗംഭീരമായ ആഭരണ വിശേഷങ്ങളൊക്കെ ധരിച്ചിട്ടാണ് അവർ യുദ്ധത്തിന് പുറപ്പെട്ടത്. അങ്ങനെ ഈ യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് പടക്കളത്തിൽ ഒരു ഭാഗത്ത് വെച്ച് തന്നെ ഈ ഇന്ദ്രജിത്ത് രാക്ഷസന്മാരൊക്കെ തൻ്റെ നാലുപുറയായി നിർത്തി. എന്നിട്ട് ഗംഭീരമായ ഹോമം ചെയ്തു. ആ ഹോമത്തിൻ്റെ ശക്തി കൊണ്ട് തനിക്ക് പുതിയ വാളും രഥവും കുതിരയൊക്കെ സമ്പാദിച്ചു. ഒരു ചെയ്തത് എന്താ വെച്ചാൽ പ്രധാനമായി ചെയ്തത്, ആളിക്കത്തുന്ന തീയിൽ ഒരു കറുത്ത ആടിനെ ജീവനോടെ ഹോമിച്ചു. അപ്പോൾ ഹോമാഗ്നി ആളിക്കത്തി. ആളിക്കത്തുന്ന അഗ്നി വിജയത്തെ സൂചിപ്പിക്കുന്നതായിട്ട് അവർ സ്വയം വിചാരിച്ചു. അങ്ങനെ ആ അഗ്നിയിൽ ഉദിച്ചതൊക്കെ ധാരാളം തരത്തിലുള്ള ശരപത്രങ്ങൾ, ചമതകൾ, താനിമരച്ചില്ലുകൾ, ഇതൊക്കെ അതിന് ഹോമിച്ചു എന്ന് പറയുന്നുണ്ട്. അതിൽ നിന്ന് അദ്ദേഹത്തിന് ബ്രഹ്മാസം തന്നെ ആവാഹിച്ചു. ധനുസ്, ചാപൻ, രഥം എന്നിവയൊക്കെ അഭിമന്ത്രിച്ചു എന്നൊക്കെ പറയുന്നത്. ഹവിസ്തൽ പ്രതിജഗ്രാഹ പാവകസ്വയം ഉത്ഥിത സോ അസ്ത്ര ആഹാരയാമാസ ബ്രാഹ്മം അസ്ത്രം വിചാരത എന്നാണ്. ബ്രഹ്മാസ്ത്രത്തെ തന്നെ ഇതിലേക്ക് സ്വാധീനം വയ്ക്കാൻ വേണ്ടിയാണ് ഹോമം ചെയ്ത് നടത്തുന്നത്. അതിൽ നിന്ന് ധനുഷ്ട ചാപ രഥഞ്ചൈവ സർവം, വാളും വില്ലും അമ്പും രഥമൊക്കെ കിട്ടി. അതോടുകൂടിയിട്ട് നേരിട്ട് വന്നിട്ട് ഇവരോട് യുദ്ധം ചെയ്യല്ല അപ്പോഴും ചെയ്തത്, ഈ ലഭ്യമായ വസ്തുക്കളോടുകൂടി ആകാശത്തിൽ മറഞ്ഞിരുന്നു. ആകാശമൊക്കെ വരുന്നു പോയി. എന്നിട്ട് അദൃശ്യനായി നിന്നിട്ടാണ് ഈ വാനരന്മാരെയും രാമലക്ഷ്മണന്മാരെയും നേരിട്ടത്. രാക്ഷസന്മാരൊക്കെ നിലത്ത് തന്നെ ഉണ്ടായിരുന്നു. അവർ ഭൂമിയിൽ യുദ്ധം ചെയ്തു. ഇന്ത്യത്തായിട്ട് താൻ എവിടെയാണെന്ന് ശത്രുവിന് മനസ്സിലാവാത്ത വിധത്തിൽ മറഞ്ഞു നിന്നുകൊണ്ട് അവരെ തീക്ഷ്ണങ്ങളായ അമ്പുകൾ കൊണ്ട് പീഡിപ്പിച്ചു. ഗംഭീരമായ യുദ്ധമാണ് ചെയ്തത്. വാനരന്മാരൊക്കെ ആകപ്പാടെ പകച്ചു പോയി. എവിടുന്നാണ് അസ്ത്രം വന്ന് വീഴുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അസ്ത്രം വന്ന് വീഴുന്ന ഭാഗത്തേക്ക് അവർ വൃക്ഷങ്ങളും ശിലാഖണ്ഡങ്ങളൊക്കെ പെറുക്കി എറിയുന്നുണ്ട്. പക്ഷെ എന്നാലും അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. നേരിട്ട് കാണാതെയാണ് യുദ്ധമൊക്കെ ചെയ്തത്. ഇന്നത്തെ മധ്യമാന അസമരേ വാനര പാദപായുധ അഭ്യവർഷന്ത സഹസ രാവണിൻ ശൈലപാദപൈ. അവർ നേരിട്ട് കാണാൻ കഴിയുന്നില്ലെങ്കിലും ഇന്ദ്രജിത്ത് ഇന്ന സ്ഥലത്തായിരിക്കും ഊഹിച്ചിട്ട് അനവധി തരത്തിലുള്ള ആയുധങ്ങളൊക്കെ വർഷിച്ചു, വൃക്ഷങ്ങളൊക്കെ വർഷിക്കുന്നു ചെയ്തു. അതേസമയം ഈ ഇന്ദ്രജിത്ത് മറഞ്ഞിരുന്നിട്ട് സമസ്ത വാനരന്മാരെ നിരന്തരമായ അമ്പെയ്ത്തുകൊണ്ട് പീഡിപ്പിച്ചു. ഒരമ്പ് കൊണ്ട് തന്നെ 5, 7, 9 വാനന്മാരെയാണ് വളർത്തിക്കൊണ്ടിരുന്നത്. ആ ബാണങ്ങളുടെ പ്രഭ ആദിത്യനെ പോലെ ജലിക്കുന്നുണ്ടായിരുന്നു. ഒരുവിധ എല്ലാ വാനന്മാരെയും ശരീരം വളർന്നു. അവർ തേജസ്സുള്ളവരായി തീർന്നു, തേജസ്സില്ലാത്തവരായി തീർന്നു. പലപ്പോഴും രാമൻ അഭയം പ്രാപിച്ചു. എവിടെ നിന്നാണെന്നറിയാത്ത. പിന്നെ ഓരോ ആളെ എത്ര അസ്ത്രങ്ങൾ എയ്തു എന്നൊക്കെ കവി വിസ്തരിച്ച് പറയുന്നുണ്ട്. ഗന്ധമാദനെ 18 അസ്ത്രങ്ങൾ എയ്തു, നളനെ 9 കൊണ്ട് എയ്തു, മൈന്ദനെ മർമ്മഭേദിയായ 7 ശരങ്ങൾ എയ്തു, ഗജനെ 5 ശരങ്ങൾ കൊണ്ട് പീഡിപ്പിച്ചു, ജാമ്പവാന് 10 അമ്പുകൾ, നീലനും സുഗ്രീവനും വൃഷഭനും അങ്കദനും ദ്വിവിധനും 30 വീതം. എല്ലാം ഇതൊക്കെ ചെയ്തത് മറഞ്ഞു നിന്നിട്ടാണ്. ഇങ്ങനെ കുറച്ചു നേരത്തെ യുദ്ധം കൊണ്ട് വാനര സൈന്യത്തിലെ ഒരുവിധ ആളിലൊക്കെ വീണ് കഴിഞ്ഞു. ബോധരഹിതരായി അല്ല മരിക്കുന്നു ചെയ്തു. ശരീരം പാട് മുറിപ്പെട്ടു. മായായുധമാണ് ചെയ്തത്. ആ ഇന്ദ്രജിത്തിൻ്റെ ഈ മായായുധം കൊണ്ട് ഒരുവിധ ആളിലൊക്കെ എത്തു വീണു. ഇനി ഇതിലേക്ക് പറയാൻ പോകുന്നത് 62 കോടിയോളം ആളുടെയും ഒരു പകലുകൊണ്ട് തന്നെ ഇന്ദ്രജിത്ത് വീഴ്ത്തി എന്ന് പറയുന്നുണ്ട്. പ്രഗത്ഭന്മാരായ വാനന്മാരുടെ പേരൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഹനുമാൻ, സുഗ്രീവൻ, അങ്കദൻ, ഗന്ധമാദനൻ, ജാമ്പവാൻ, സുഷേണൻ,
വേഗദർശി മൈന്ദൻ ലിപിതൻ ഗവാക്ഷൻ ഗവയൻ കേസരി വിദ്യുദ്ദംഷ്ടൻ സൂര്യാനൻ ജ്യോതിർമുഖൻ പാവകാഷ്ടൻ നളൻ കുമുദൻ. ഇങ്ങനെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ട് കോടിക്കണക്കിന് വാനന്മാരാണ്. അതിന് പ്രഖ്യാതരായ കുറേ ആളുടെ പേരെടുത്ത് പറഞ്ഞ് ഇവർ മുഴുവൻ എന്ത് ചെയ്തു? അസ്ത്രങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ടു. അവസാനം ഇങ്ങനെ മഴവെള്ളം പോലെ അസ്ത്രങ്ങൾ വന്ന് വീണുകൊണ്ടിരിക്കെ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, അല്ലെങ്കിൽ ലക്ഷ്മണ ഇന്ദ്രജിത്തിനോട് യാതൊരു നിവൃത്തിയില്ല, ഇദ്ദേഹത്തിന് ബ്രഹ്മാവിൽ നിന്ന് വരം ലഭിച്ചിട്ടുണ്ട്. ആ ബ്രഹ്മാവിൻ്റെ വരം കൊണ്ടാണ്, ആ ബ്രഹ്മാസ്ത്രമാണ് ഇദ്ദേഹം ഉപയോഗിക്കുന്നത്. തൽക്കാലം ഇത് സഹിക്കുക രക്ഷയുള്ളൂ എന്നർത്ഥം. എങ്ങനെയാണ് ഇവനെ നിഹനിക്കാൻ സാധിക്കുക എന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല. രാമൻ പരിഭ്രമത്തോടു കൂടി പിന്നെ കഥന്നു ശക്യോ ഇത് നഷ്ടദേഹോ നിഹന്തും നിഹന്തോ അദ്യേത ഇന്ദ്രജിത് ഉദ്യതാസ്ത്ര. അസ്ത്രം കൈലേന്തിയവനായ ഈ ഇന്ദ്രജിത്തിനെ എങ്ങനെയാണ് നമ്മൾ നിഹനിക്കുക എന്ന് ഞാൻ വിഷമിക്കുന്നുവെന്ന് രാമൻ തന്നെ പറയുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ ആ ഇന്ദ്രജിത്ത് അസ്ത്രജാലം കൊണ്ട് ഈ രാമലക്ഷ്മണന്മാർ പോലും വീഴ്ത്തി കളഞ്ഞു. അവർ മരിച്ചു എന്ന് പറയാൻ വയ്യ, അവരുടെ തേജസ് വിട്ട് അവർ അഥവാ ഒരു തരത്തിൽ ബ്രഹ്മാസ്ത്രത്തിൻ്റെ ആ തേജസ്സിന് മുമ്പിൽ അവർ വഴങ്ങിക്കൊടുത്തു. ബ്രഹ്മാസ്ത്രത്തെ ബഹുമാനിക്കണമല്ലോ, എല്ലാവർക്കും പിതാമഹനായിരിക്കുന്ന ആളാണ് ബ്രഹ്മാസ്ത്രം. ബ്രഹ്മാവ് അദ്ദേഹത്തിൻ്റെ പേരുള്ള അസ്ത്രമാണ്. ഇങ്ങനെ പറഞ്ഞ് ഈ രാമൻ തൻ്റെ ആ വിഷമസ്ഥിതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരെ കൂടി തള്ളിയിട്ടു. തതസ്തുതാവിന്ദ്രജിതോ അസ്ത്രജാലേ ബഭൂവതുസ്തത്ര തദാം വിശസ്തോ. എന്നിട്ട് സജാപിതോ തത്ര വിഷാദയിത്വാ നനാദഹർഷാന്ത്യുതിരക്ഷസേന്ദ്ര. എന്നിട്ട് രാമലക്ഷ്മണന്മാരെയും കൂടി വീഴ്ത്തിയതിനു ശേഷം ആ രാക്ഷസേന്ദ്രനായ ഇന്ദ്രജിത്ത് ഗംഭീരമായി ഗർജിച്ചു. താൻ ജയിച്ചു എന്നുള്ള ഭാവത്തിൽ. കാരണം സമസ്ത വാനരന്മാരെയും വീഴ്ത്തിക്കളഞ്ഞു. രാമലക്ഷ്മണന്മാരും ഇപ്പം വീണ് കഴിഞ്ഞു. അതോട് കൂടിയിട്ട് വടഹൊക്കെ അടിച്ച് ജയിച്ചു എന്നുള്ള നിലയ്ക്ക് ഇന്ദ്രജിത്ത് ആനന്ദത്തോട് കൂടിയിട്ട് എന്നിട്ട് പിതാവിനോട് രാവണനോടൊക്കെ പറഞ്ഞു. സംസ്തൂയമാനസ്സതുയാതുധാനൈഃ പിത്രേജ സർവം ഹൃദയഭ്യുവാച. സന്തോഷത്തോടു കൂടിയിട്ട് അച്ഛനോട് എന്ന് പറഞ്ഞ് ഞാനിതാ രാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയൊക്കെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത്രയാണ് 73 സമയത്ത് പറഞ്ഞു. 74 എങ്ങനെയാണ് ഈ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് അഥവാ അതിൻ്റെ ബന്ധനത്തിൽ നിന്ന് വാനരന്മാരും രാമലക്ഷ്മണന്മാരൊക്കെ മോചിതരായതെന്ന് പറയാൻ. നേരത്തെ നാഗാസ്ത്രബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ച സാക്ഷാൽ ഗരുഡൻ വന്നിട്ടാണ്. ഇവിടെ വേറെ ഒരു വഴിക്കാണ് അവർ മോചിപ്പിക്കപ്പെടുന്നത്. ഇങ്ങനെ ലക്ഷക്കണക്കിന് വാനരന്മാരൊക്കെ വേണമെങ്കിലും വിഭീഷണൻ, ജാമ്പവാൻ, ഹനുമാൻ മുതലായവർക്കൊന്നും അങ്ങനെ ബോധം നഷ്ടപ്പെട്ടിരുന്നില്ല. അവർ ബ്രഹ്മാസ്ത്രത്തിൻ്റെ തേജസ് കൊണ്ട് തൽക്കാലം നിലത്ത് വീഴുകയൊക്കെ ചെയ്തു എന്നേ ഉള്ളൂ. കാരണം ജാമ്പവാനും ഹനുമാനൊക്കെ ദേവന്മാരുടെ അനുഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങൾ ആരുടെ കയ്യിലുള്ള കൊല്ലപ്പെട്ടില്ല എന്ന അനുഗ്രഹമുള്ളവരാണ്. അവരൊന്നും വധിക്കുക എളുപ്പമല്ല. അപ്പോൾ ഇങ്ങനെ ഈ ലക്ഷക്കണക്കിന് വാനന്മാരൊക്കെ വീണ് കഴിഞ്ഞപ്പോൾ വിഭീഷണൻ വലിയൊരു പന്തം കൊളുത്തിപ്പിടിച്ച് ആരെങ്കിലും ജീവനോടുകൂടി ഉത്സാഹത്തോടു കൂടിയും ബാക്കിയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നടക്കുകയായിരുന്നു ലക്ഷക്കണക്കിന്. അപ്പോൾ ഹനുമാനെ കണ്ടുമുട്ടി. ഹനുമാൻ അപ്രമേയമായ ബലമുള്ള ആളാണ്, വായുപുത്രനാണ്. അങ്ങനെയൊന്നും മരണമൊന്നും ഭവിക്കില്ല. അപ്പോൾ ആ വായുപുത്രനായ ഹനുമാനെയും കൂട്ടിയിട്ട് യുദ്ധക്കളത്തിലൂടെ പരന്ന് നടന്നു. ആരെങ്കിലും ബോധത്തോടെ ഇവിടെ ഇരിക്കുന്നുണ്ടോ എന്നറിയാനാണ്. അങ്ങനെ അതിവൃദ്ധനായ ബ്രഹ്മപുത്രനായ ജാമ്പവാൻ്റെ അടുത്തെത്തി. ജാമ്പവാൻ കണ്ണു തുറക്കാൻ വയ്യ, ക്ഷീണിച്ച് കിടക്കുകയാണ്. എന്നാലും ബോധമൊക്കെ ഉണ്ടായിരുന്നു. വിഭീഷണനാണ് എടുത്തു വരുന്നതെന്ന് ശബ്ദം കൊണ്ടൊക്കെ മനസ്സിലാക്കിയിട്ട് വിഭീഷണനോട് ചോദിച്ചു, ആ ഹനുമാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കാൻ. ഹനുമാൻ വിഭീഷണൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കണ്ണു തുറക്കാത്ത ജാമ്പവാൻ കാണുന്നില്ല എന്ന് മാത്രം. അപ്പം ഇങ്ങനെ ആ ജാമ്പവാൻ ചോദ്യം കേട്ടപ്പോൾ വിഭീഷണൻ ജാമ്പവാനോട് ചോദിച്ചു, അങ്ങ് എന്താണ് രാമലക്ഷ്മണന്മാരെ കുറിച്ച് പോലും ചോദിക്കാതെ ഈ വായുപുത്രനായ മാരുതിയെക്കുറിച്ച് ചോദിക്കാൻ എന്ന് കൗതൂഹലം കൊണ്ട് ചോദിക്കാൻ. അപ്പോൾ ജാമ്പവാൻ പറഞ്ഞു, ഹനുമാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എല്ലാവരും ജീവിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കാം. കാരണം അവരൊക്കെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളൊക്കെ ഹനുമാൻ സാധിക്കും. മറിച്ച് ഹനുമാൻ ജീവിച്ചിരിപ്പില്ലെങ്കിൽ ഇവരൊക്കെ ജീവിച്ചിരുന്നിട്ട് പോലും കാര്യമില്ല. അത്രയധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ആളാണ് ഹനുമാൻ. ഹനുമാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വാനരസൈന്യത്തിനൊക്കെ രക്ഷയുണ്ട്. ഹനുമാൻ ഇല്ലെങ്കിൽ ബാക്കി ആരുണ്ടായിട്ടും കാര്യമില്ല എന്ന പോലെയാണ് ഈ ജാമ്പവാൻ പറഞ്ഞത്. ഏതായാലും അത് കേട്ടിട്ട് ഹനുമാന് സന്തോഷവും വിനയമൊക്കെ ഉണ്ടായ അദ്ദേഹം വിനയപൂർവ്വം ജാമ്പവാൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. അപ്പോൾ ജാമ്പവാൻ പറഞ്ഞു, അല്ലയോ മാരുതപുത്ര, നീ മാത്രമാണ് ഈ വാനരന്മാർക്കും രാമലക്ഷ്മണന്മാർക്കൊക്കെ ഊർജ്ജമകനാന്നൊക്കെ വേണം അവരെ ഊർജ്ജസ്വലാക്കാൻ സാധിക്കുന്ന ഒരേ ഒരാൾ. നീ ആകാശമാർഗം പറഞ്ഞു എന്ന് ഹിമവൽ പർവ്വതത്തിൻ്റെയും
സമീപത്തായിട്ട് ഒരു ഔഷധി പർവ്വതമുണ്ട്. ആ ഔഷധി പർവ്വതത്തിൻ്റെ ഇത് വളരെ കേമങ്ങളായ 4 ഔഷധ സസ്യങ്ങളുണ്ട്. അതാണ് പ്രഖ്യാതമായിരിക്കുന്ന മൃതസഞ്ജീവനി, സന്ധാരണി, വിശല്യകരണി എന്നൊക്കെ പറയും. ഇത് ഓരോന്നാണ്. ഈ മൃതസഞ്ജീവനി എന്ന് പറയുന്നത് മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന വെച്ചാൽ കൊല്ലപ്പെട്ടവരെ പോലും തിരിച്ച് ജീവിപ്പിക്കാൻ കഴിയുന്നതാണ് ഈ മൃതസഞ്ജീവനി. ചിലത് മുറി ഉണക്കാൻ വേണ്ടിയുള്ളതാണ്. ആണ് വിശല്യം. ശല്യം എന്ന് പറഞ്ഞാൽ ഹസ്തം എന്നൊക്കെ അർത്ഥമുണ്ട്. ഹസ്തം കൊണ്ടുള്ള മുറിവുകളൊക്കെ ഉണക്കാൻ പറ്റുന്നതാണ് വിശല്യകരണി. പിന്നെ സുവർണകരണി. സുവർണകരണി വെച്ചാൽ വടുക്കളൊക്കെ അതില്ലാതാക്കും. ഇങ്ങനെ പറഞ്ഞു. അതിന് മൃതസഞ്ജീവനി, വിശല്യകരണി, സുവർണകരണി, സന്ധാനകരണി എന്നിങ്ങനെ 4 പേരുള്ള ഔഷധങ്ങളാണ്. ഈ ഔഷധങ്ങൾ നീ കൊണ്ടുവരൂ. അത് വേഗം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ കവികളെ മുഴുവൻ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും. അത് കേട്ടപ്പോൾ പിന്നെ ഹനുമാൻ അങ്ങോട്ട് പുറപ്പെടുകയാണ്. പ്രസിദ്ധമായ ഔഷധാഹരണം പറയുന്ന ഭാഗമാണ്. ഇങ്ങനെ പറഞ്ഞത് മൃതസഞ്ജീവനി ജൈവ വിശല്യകരണീമവി സുവർണകരണീം ജൈവ സന്ധാനിഞ്ച മഹൌഷധീം. ഇങ്ങനെ ഹനുമാനോട് പറഞ്ഞപ്പോൾ ശ്രുത്വാ ജാമ്പവതോ വാക്യം ഹനുമാന്മാർ താൽപര്യ. ജാമ്പവൻ്റെ വാക്ക് കേട്ടിട്ട് ആ വായുപുത്രനായിരിക്കുന്ന ആ ഹനുമാൻ ഭൂമിയിൽ അമർത്തിച്ചവിട്ടി മേലോട്ടേക്ക് മുങ്ങിയിട്ട് നേരത്തെ ലങ്കയിലേക്ക് ആകാശമാർഗം വന്നില്ല, അതേപോലെ അങ്ങോട്ട് പോവുകയാണ്. തൻസിൻ സംവിദ്യമാനേതു ഭഗ്നദ്രവശിലാതലേ. ഹനുമാനിലെ ചവിട്ടേറ്റിട്ട് പർവ്വതങ്ങളൊക്കെ പൊടിഞ്ഞു പോയി എന്നൊക്കെ ഏമായിട്ട് വർണ്ണിക്കാൻ. അതേ വിദ്യാധരന്മാരും ദേവന്മാരും സഞ്ചരിക്കുന്ന ആകാശമാർഗങ്ങളിൽ നാനാദ്രവലതാകീർണം വികാസികമനോൽഫലം സേവിതം ദേവഗന്ധർവൈ ഷഷ്ടിയോജനമുത്സവം വിദ്യാധരൈർ മുനിഗണൈ അപ്സരോഭിർ നിഷേവിതം. അപ്സരസുകളും വിദ്യാധരന്മാരും ദേവന്മാർക്കുള്ളതായ ലോകത്തൂടെ 60 യോജനം വരെയുള്ളതും വിദ്യാധരന്മാരൊക്കെ താമസിക്കുന്നതായാലൊക്കെ സ്ഥിതി വർണ്ണിക്കുക. അങ്ങനെയുള്ളതായ അനവധി ഗുഹകളോടുകൂടി ധാരാളം മൃഗങ്ങളോടുകൂടി അക്ഷകിന്നന്മാർക്കൊക്കെ ആയ മന്ദിരപർവ്വതത്തിൻ്റെ അടുത്തെത്തി. അവിടെ നിന്ന് ഈ ഔഷധി പർവ്വതത്തിൻ്റെ അടുത്ത് എത്തി ചുരുക്കത്തിൽ. അങ്ങനെ ആ ഔഷധികൾ എവിടെയാണ് ഉള്ളത് നോക്കി. പക്ഷെ നോക്കിയപ്പോൾ പെട്ടെന്നൊന്നും കാണാൻ സാധിച്ചില്ല. കാണാൻ സാധിക്കാഞ്ഞത് ഈ ഔഷധികൾക്ക് മനസ്സിലായി തങ്ങളും ഭൂമിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഹനുമാൻ വരുന്ന വ്യവസായത്തിൽ ഔഷധികൾ സ്വയം മറഞ്ഞു നിന്നു എന്നാണ്. വൃക്ഷങ്ങളൊക്കെ സ്വയം മറഞ്ഞു നിൽക്കുമെന്ന് ചോദിച്ചാൽ അതൊക്കെ പുരാണങ്ങളുടെ സങ്കല്പമാണ്. അവരെന്ത് ചെയ്തു, ഈ ഹനുമാൻ കാണാതെ മറഞ്ഞു നിൽക്കുക ചെയ്തത്. അപ്പോൾ ആ ഹനുമാൻ ദേഷ്യം വന്നു. ഹനുമാൻ പറഞ്ഞു, ആ രാമനോട് ദയയില്ലാത്തവരാ നിങ്ങളെ ഞാനിപ്പോൾ തന്നെ നശിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞു, അസതമഹാത്മാ ഹനുമാൻ അവശ്യം ചുഗോപരോഷാസ്തഭ്രചന്ദനാഥ അമനുഷ്യമാണോ അഗ്നിസമാന ചക്ഷു മഹീധരേന്ദ്രൻ തമുവാദവാക്യം. അഗ്നി പോലെ ജ്വലിക്കുന്ന കണ്ണുകളോട് കൂടിയിട്ട് ഈ പർവ്വതത്തോട് പറഞ്ഞു, ശ്രീരാമൻ്റെ പേരിൽ അനുകമ്പയില്ലാത്ത നിന്നെ ഞാൻ നശിപ്പിക്കാനാണ് നിശ്ചയിച്ചിരിക്കുന്നത് പറഞ്ഞിട്ട് ആ പർവ്വതത്തിൻ്റെ ആ ഭാഗം നടുക്കായിട്ടാണ് ഔഷധികളുള്ളതൊക്കെ ജാമ്പവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആ പർവ്വത ഭാഗത്ത് അങ്ങനെ പറിച്ചെടുത്തു എന്നാണ്. പറിച്ചെടുക്കുമ്പോൾ വൃക്ഷങ്ങൾ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ജീവജാലങ്ങളോട് കൂടിയിട്ടാണ്, ആനകളോടും കൂടിയാണ് പിടിച്ചെടുത്തതെന്നാണ്. വലിയൊരു ഭാഗം അങ്ങനെ ഒരു മലേൻ്റെ ഭാഗം പറിച്ചെടുക്കുകയാണ്. അവിടെ ആകട്ടെ ആ സമയത്ത് വികീർണകൂണം ജ്വലിതഗ്രസാനും പ്രഗൃഹ്യ വേഗൽ സഹസ്വന്മമാഥ സനകം എന്നൊക്കെ പറഞ്ഞതാണ്. പർവ്വതങ്ങളോട് കൂടിയിട്ട് വൃക്ഷങ്ങളോട് കൂടിയിട്ട് ആനകളും സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നവിടെ അതൊക്കെ കൂടി മല അങ്ങനെ പുഴക്കിയെടുത്തു. ഇതൊക്കെ അമിതബലവാനായ ഹനുമാന് സാധ്യമാണ്. അദ്ദേഹം ആ ഔഷധഖണ്ഡം എന്നല്ല, ആ വലിയതായ ശൈലഖണ്ഡൻ പറിച്ചെടുത്ത് അതുമായിട്ട് തിരിച്ചു പറന്നു. ആകാശത്തോടെ പറക്ക് തന്നെയാണ്. അങ്ങനെ വായുസുതനായ അദ്ദേഹത്തിൻ്റെ ആ യാത്രയൊക്കെ വേഗമായിട്ട് പറഞ്ഞില്ല. സതേന ശൈലേന പ്രസന്ന രാജ ശൈലോപമോ ഗന്ധവഹാത്മനസ്തു. ആ ഹനുമാൻ വലിയൊരു പർവ്വതം പോലെ ഹനുമാൻ തന്നെ തോന്നിച്ചു എന്നാണ്. അങ്ങനെ അദ്ദേഹം ചക്രേണഖേ വിഷ്ണുരിവാർപ്പിതേന സാക്ഷാ വിഷ്ണുവിനെ പോലെ, ചക്രായുധനായ വിഷ്ണുവിനെ പോലെ ശോഭിച്ചു എന്നാണ്. വിഷ്ണു ചക്രം കൈ പിടിച്ചിട്ടുള്ളത് പോലെ ഈ പർവ്വതഖണ്ഡത്തെയും വഹിച്ചുകൊണ്ടാണ് ആ ഹനുമാൻ തിരിച്ചു വന്നു.
അദ്ദേഹം തിരിച്ചു വരുന്നത് താഴെ നിന്ന് ഈ ജാമ്പവാദികൾ കണ്ടു. അവർ ആർത്തു വിളിച്ചു. ഈ ഔഷധികളോടുകൂടിയ ഈ പർവ്വതഖണ്ഡം നിലത്ത് വെക്കുമ്പോഴേക്ക് എന്ത് ചെയ്തു? ഔഷധികളുടെ ഗന്ധം കൊണ്ട് തന്നെ ഈ വീണ് കിടക്കുന്ന അർത്ഥപ്രാണന്മാരായിരുന്ന വാനരന്മാർ മുഴുവൻ ഉയർത്തെഴുന്നേറ്റു. രാമലക്ഷ്മണന്മാരും ഊർജ്ജസ്വതയോട് എഴുന്നേറ്റു. പ്രത്യേകിച്ച് മരുന്നെറ്റിക്കുകയോ മരുന്ന് സേവിക്കുകയും ചെയ്യേണ്ടി വന്നില്ല എന്നാണ്. അവിടെ വന്നപ്പോൾ അതിൻ്റെ ഗന്ധം കൊണ്ട് തന്നെ ഇവരൊക്കെ രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അതാണ് സർവേ വിശല്യാരുരുജാഷണേന ഹരിപ്രവീതസ്തഹതശ്ചേസ്യു തങ്കന്ധമഘ്രായ മഹൗഷധീനാം. മഹത്തായ ഔഷധികളുടെ ഈ ഗന്ധം ഏറ്റപ്പോൾ തന്നെ അവരൊക്കെ എഴുന്നേറ്റു. പിന്നെ ഈ പർവ്വതഖണ്ഡത്തെ അവിടെ വെച്ചിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് എടുത്തിട്ട് തിരിച്ച് അതിൻ്റെ തലസ്ഥാനത്ത് തന്നെ വെക്കാൻ വേണ്ടി ഹനുമാൻ തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഈ ഔഷധത്തിൻ്റെ കാറ്റേറ്റിട്ട് രാക്ഷസന്മാരും ജീവിക്കില്ലേ എന്ന് സംശയം തോന്നാം. അതില്ലാതിരിക്കാൻ വേണ്ടി കവി പറയാണ്, രാക്ഷസന്മാരൊക്കെ മരിച്ച സമയത്ത് ഓരോ ആളെയും അതാ സമയത്ത് തന്നെ രാക്ഷസന്മാരിനെ കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞതാണ്. കാരണം പിന്നീട് യുദ്ധത്തിന് വരുന്നവർക്ക് മനസ്സിന് വിഷമുണ്ടാക്കുന്നതാണ് ഇത്രയധികം ശവശരീരങ്ങൾ ഇങ്ങനെ കാണുന്നത്. സ്വപക്ഷത്തുള്ള ഇത്ര കേവന്മാരൊക്കെ മരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നീട് യുദ്ധത്തിന് വരുന്നവർക്ക് അത് വലിയൊരു ആഘാതമായിരിക്കും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് രാക്ഷസന്മാർ മരിച്ചവരെ കഥാസമയത്ത് കടലിൽ എറിഞ്ഞു കളഞ്ഞിരുന്നു. അതുകൊണ്ട് അവരാരും ജീവിച്ചില്ല. മറ്റു രാക്ഷസന്മാരാകട്ടെ ഇന്ദ്രജിത്ത് രാമലക്ഷ്മണന്മാർ ജയിച്ചു എന്ന് ഘോഷിച്ചു വന്നതുകൊണ്ട് തൽക്കാലത്ത് ഈ ശല്യമൊക്കെ ഒഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ലങ്ക നഗരിയിൽ തിരിച്ചു പോയി സുഖമായിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ ഹനുമാൻ ഔഷധികൾ കൊണ്ടുവരികയും ഈ ലക്ഷക്കണക്കിന് വരുന്ന വാനരന്മാരെയും രാമലക്ഷ്മണന്മാരെയൊക്കെ എഴുന്നേൽപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ഹനുമാൻ പറഞ്ഞു, ഹനുമാനും സുഗ്രീവനൊക്കെ വാനരന്മാർക്ക് നിർദ്ദേശം കൊടുത്തു, നിങ്ങളെല്ലാവരും ചെന്നിട്ട് ലങ്കയുടെ എല്ലാ ദ്വാരങ്ങളിലും എല്ലാ ഗോപുരദ്വാരങ്ങളും എവിടെയൊക്കെ കോട്ടവാതിലുണ്ട് അവിടെയൊക്കെ ചെന്നിട്ട് തീവെക്കുകയും അതിനെ ആക്രമിക്കുകയും ചെയ്യും. ഇനി പെട്ടെന്ന് രാവണൻ യുദ്ധത്തിൽ വരാൻ സാധ്യതയില്ല. കാരണം മക്കളൊക്കെ മരിച്ച് വിഷാദിച്ചിരിക്കുകയായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് ആളെ യുദ്ധത്തിൽ വരാൻ ഇടയില്ല. അതുകൊണ്ട് നമുക്ക് അവരെ ആക്രമിക്കാമെന്ന് പറഞ്ഞു. വാനരന്മാർ വലിയ ആർപ്പുവിളികളോട് കൂടിയിട്ട് ലങ്കാനഗരത്തിൻ്റെ 4 പുറയും തീവെക്കുകയും ആക്രമിക്കുകയും ചെയ്തു. ഇതാണ് 74 വിസ്തരിച്ച് വർണ്ണിക്കുന്നത്. ഇങ്ങനെ ഈ വാനരന്മാരുടെ ഘോഷങ്ങളും ഒക്കെ കേട്ടിട്ടാണ് രാമലക്ഷ്മണന്മാരും വാനരന്മാരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് രാവണന് മനസ്സിലാവും. രാവണന് അപ്പോൾ ക്രോധവും താപമൊക്കെ വീണ്ടുണ്ടായി. എന്താ ചെയ്യേണ്ടത് മനസ്സിലായില്ല. ഏതായാലും യുദ്ധം അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കുംഭൻ മുതലായിരിക്കുന്ന കുംഭകർണപുത്രന്മാർ അവരൊക്കെ യുദ്ധത്തിനയക്കുന്നതാണ് പിന്നീട് വർണ്ണിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് കുറേ ആൾക്കാരാണ് പുറപ്പെട്ട. യുവാക്ഷൻ, ചോണിതാക്ഷൻ, പ്രജംഘൻ, കമ്പനൻ എന്നിവരൊക്കെയാണ് പിന്നീട് യുദ്ധത്തിന് പോകുന്നത്. ഇവരൊക്കെ ചുരുക്കി പറഞ്ഞാൽ 2-3 സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് അന്തസാരം ഇവരൊക്കെ വാനന്മാർ വധിച്ചു എന്ന് മാത്രമാണ്. പക്ഷെ അത് കുറച്ച് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം. ശോണിതാക്ഷനും അംഗദനും തമ്മിലൊരു യുദ്ധമുണ്ടായി. അംഗദൻ ശോണിതാക്ഷൻ്റെ രഥവും വാളൊക്കെ നശിപ്പിച്ചു. അപ്പോൾ അത് തേരുന്ന് ചാടിയിട്ട് അംഗദനെ നേരിടാൻ പോയപ്പോൾ അംഗദൻ അയാളുടെ ഖഡ്ഗം വാള് തട്ടിപ്പറിച്ചെടുത്തിട്ട് അയാളെ തന്നെ വെട്ടി വീഴ്ത്തി. അയാളപ്പം മരിച്ചില്ല, കുറച്ച് കഴിഞ്ഞ് എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോഴേക്ക് അംഗദനെ നേരിടാൻ വേണ്ടിയിട്ട് യുവാക്ഷനും പ്രജംഘനും കൂടി അംഗദൻ്റെ നേർക്ക് വന്നു. അപ്പോൾ 3 രാക്ഷസന്മാരും അംഗദനും തമ്മിലായി യുദ്ധം. അപ്പം അംഗദൻ ഒറ്റയ്ക്കേ ഉള്ളൂ, മറ്റുള്ളവർ 3 ഉണ്ടെന്ന് കണ്ടപ്പോൾ ഈ മൈന്ദൻ, ദിവിതൻ എന്ന് പറയുന്ന ആളുകളൊക്കെ അവരൊക്കെ അംഗദൻ്റെ മരുമക്കളാണ്. അപ്പോൾ അംഗദൻ അവർ അമ്മാവനാണെന്ന് പറയാൻ പറ്റും. അവർ വന്നിട്ട് യുദ്ധം ചെയ്തു. അങ്ങനെ മൈന്ദനും ദിവിതനും അംഗദനും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ ആളും ഇടയ്ക്ക് വീഴുകയും ഇടയ്ക്ക് വന്ന് എഴുന്നേൽക്കുകയും ചെയ്തു. ഏതായാലും കുറച്ചു നേരത്തെ യുദ്ധം കൊണ്ട് ഈ രാക്ഷസന്മാരൊക്കെ കൊല്ലപ്പെട്ടു. ചുരുക്കത്തിൽ അത് വിസ്തരിക്കാത്ത വളരെ ഓരോരോ ശ്ലോകങ്ങളായിട്ട് പറയണം. ഇങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കുംഭൻ എന്ന് പറയുന്ന ആൾ യുദ്ധത്തിന് വന്നു. കുംഭൻ കൊല്ലപ്പെട്ടപ്പോൾ നികുംഭം വന്നു. അവരുടെയൊക്കെ പുറപ്പാടുകളും അവരുടെ ആർപ്പുവിളികളും അവരുടെ വിജയപ്രതീക്ഷകളും ഒക്കെ ഓരോ ശ്ലോകത്തിന് അതിൽ കാണാം. ഗംഭീരമായ തേരിക്കയറി ഇന്നുകൊണ്ട് രാമലക്ഷ്മണന്മാരെ തങ്ങൾ വകവരുത്തെന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ ആളും വന്നത്. പക്ഷെ അവർക്കൊന്നും സാധിച്ചില്ല. ഈ വാനരന്മാരുടെയും പരാക്രമവും
അതുകൊണ്ട് അവരൊക്കെ കൊല്ലപ്പെട്ടു. അപ്പോൾ 79 വരെയുള്ള സർഗങ്ങളിൽ ഇത് ആവർത്തിച്ച് പറയുകയാണ്. ഇവരോരോ മകരാക്ഷൻ ആണ് ഒടുവിൽ കാര്യമായിട്ട് യുദ്ധം ചെയ്തത്. ആ മകരാക്ഷനെയും ഈ വാനരന്മാർ വധിച്ചു. മകരാക്ഷൻ കൂടി കൊല്ലപ്പെട്ട് കണ്ടതോടുകൂടി ഇനി എന്താ വേണ്ടതെന്ന് രാവൺ ശങ്കിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും ഇന്ദ്രജിത്ത് പ്രത്യക്ഷപ്പെട്ടു. ഇന്ദ്രജിത്ത് നേരത്തെ ഈ രാമലക്ഷ്മണന്മാരോടൊക്കെ ഉള്ള വാനരന്മാരെ മുഴുവൻ വീഴ്ത്തിയതിന് ശേഷം താൻ ജയിച്ചു എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു കളഞ്ഞാണ്. കൊട്ടാരത്തിലെല്ലാം ഇരിക്കുകയാണ്. ഇങ്ങനെയുള്ള വിശേഷങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. അപ്പോഴാണ് വീണ്ടും ഇവരൊക്കെ ഉണർത്തിരുന്നേറ്റു എന്നും രാമലക്ഷ്മണന്മാരും വാനരന്മാരൊക്കെ വീണ്ടും യുദ്ധം ചെയ്തു എന്നും വീണ്ടും രാക്ഷസന്മാർ യൂപാക്ഷൻ മുതലായവരെ കുംഭൻ മുതലായവരൊക്കെ വധിക്കപ്പെട്ടു എന്നും ഈ ഇന്ദ്രജിത്ത് അറിയുന്നത്. അപ്പോൾ ഇന്ദ്രജിത്ത് അച്ഛനെ സഹായിക്കാനായിട്ട് വീണ്ടും പുറപ്പെട്ടു എന്നാണ്. മകരാക്ഷം മകതഞ്ചത്വ രാവണ സമിതിഞ്ജയ രോഷേണ മഹതാവിഷ്ടോ ദന്താൻ കടകടായ്യചാന്നൊക്കെയാണ്. ഈ കുംഭൻ മുതലായവരൊക്കെ കൊല്ലപ്പെട്ടു എന്ന് കേട്ടപ്പോൾ രാവണൻ ക്രോധം കൊണ്ട് പല്ല് കടിച്ചു. ഇനി എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ആലോചിച്ചു. കുതച്ചതങ്കി തം കാര്യമിതി കിം കാര്യമിതി ചിന്തയൻ. ഇനി എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ ആലോചിച്ചിരിക്കെ ആദിദേശാഥ സംക്രുദ്ധോ രണായ ഇന്ദ്രജിതം സ്വതം തൻ്റെ പുത്രനായ ഇന്ദ്രജിത്തിന് ആളയച്ചു. അദ്ദേഹത്തെ യുദ്ധക്കളന്ന് ദൂരെയാണുള്ളത്. അപ്പം ഇങ്ങനെ വീണ്ടും ഈ വാനരന്മാർ യുദ്ധം തുടങ്ങിയെന്നു സജീവനായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇന്ദ്രജിത്തിനെ തന്നെ രാവണ വിളിക്കുകയാണ്. വീണ്ടും ഇന്ദ്രജിത്ത് വന്നിട്ട് ചെയ്യുന്ന യുദ്ധവും 2-3 ദിവസമാണ് അയാൾ അതിജയമായി യുദ്ധം ചെയ്തത്. ഒടുവിൽ ലക്ഷ്മണൻ അയാളെ വധിച്ചു. ആ ഭാഗങ്ങളാണ് നമ്മൾ കാണേണ്ടത്. ഇന്ദ്രജിത്ത് ലക്ഷ്മണ യുദ്ധമാണ് ഇനി വർണ്ണിക്കാനുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ പലരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓരോ ആളുടെയും പേരെടുത്ത് പറയുകയും അവർ തല്ലുകൊണ്ട് മരിച്ചു അല്ലെങ്കിൽ വൃക്ഷങ്ങളുടെ ആഘാതം കൊണ്ട് മരിച്ചു എന്നൊക്കെ ഓരോന്നോരോന്നായിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ അതൊക്കെ ഓർത്തിരിക്കാൻ നമുക്ക് വിഷമമാണ്. അനവധി രാക്ഷസന്മാർ ഏതായാലും കൊല്ലപ്പെട്ടു. ഇനിയുള്ള പ്രധാന യുദ്ധം ഇന്ദ്രജിത്ത് ലക്ഷ്മണനാണ്. ആ ഇന്ദ്രജിത്ത് ലക്ഷ്മണ യുദ്ധത്തിൻ്റെ അന്ത്യത്തിൽ ഇന്ദ്രജിത്ത് വധിക്കപ്പെടുന്നതോട് കൂടിയിട്ട് ഈ യുദ്ധത്തിൻ്റെ വലിയൊരു ഭാഗം കഴിഞ്ഞു. അതടുത്ത പ്രഭാഷണത്തിൽ പറയാമെന്ന് വിചാരിക്കുന്നു. തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുകയാണ്. നമസ്കാരം.